കൊല്ലക CMS LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷ്ഠാ ശുശ്രൂഷയും ഇതോടനുബന്ധിച്ച് നടത്തി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കൊല്ലക CMS LP സ്കൂളിന്റെ പുതിയ വിദ്യാലയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷ്ഠാ ശുശ്രൂഷയും ഇതോടനുബന്ധിച്ച് നടത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പമാണ് വിദ്യാഭ്യാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അത് വരുമ്പോഴാണ് സർക്കാർ സ്കൂളുകളിൽ ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നത്. നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, തൊഴിൽ മേഖലയിൽ തൊഴിലിന്റെ സ്വഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുയോജ്യമാണോ ഇല്ലയോ എന്നൊരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ളവർ അമേരിക്കയിൽ ചെന്നത്, നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ ഗൾഫിൽ പോയത്, ആഫ്രിക്കയിൽ ആദ്യം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയത് മലയാളികളാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ചെന്നത് മലയാളികളാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ലോക നിലവാരത്തെക്കാൾ മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ നിലവാരം താഴേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കുറേ PSC റാങ്ക് ലിസ്റ്റിലുള്ള അധ്യാപകരുടെ ഒരു സമരം നടക്കുന്നു. അവരുടെ സമരത്തിന് അവർ പറയുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. അവർ കഠിനാധ്വാനം ചെയ്തു, പഠിച്ചു, റാങ്ക് ലിസ്റ്റിൽ ഇടം പെട്ടു. പക്ഷെ റാങ്ക് ലിസ്റ്റിൽ എന്താ പറ്റുന്നു? റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്? ഡിവിഷൻ ഫോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത് ഡിവിഷൻ ഫോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ എണ്ണം കുറയുന്നു. കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ നേരത്തെ കയറിയ PSCക്കാരെ ഒന്നെങ്കിൽ പറഞ്ഞു വിടണം, ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അവരെ അത് പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കണം. അങ്ങനെ വരുമ്പം പുതിയ കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചവരെ നിയമിക്കാൻ പറ്റുന്നില്ല. മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. അല്പം പരിമിതി ധാരാളം ഉണ്ടായിരുന്നു. നമ്മളുടെ പള്ളിയുടെ പാരിഷ് സ്കൂൾ നടന്നു. പരിമിതികളൊക്കെ ഉണ്ടായിട്ടും അതിന് അനുമതി നൽകി. ഡിപ്പാർട്ട്മെന്റിനെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മളുടെ പരിശ്രമം എന്താ? ഈ ശ്രമങ്ങളെല്ലാം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? സ്കൂളുകൾ ഇക്കണോമിക്കായി നിലനിർത്തണം. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലുള്ള നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളതെന്നാണ്, ഈ സ്കൂൾ കെട്ടിടം ഇത്രമാത്രം ഉദ്ധരിച്ച് വളർത്തിയെടുക്കുവാൻ സാധിച്ചപ്പോൾ ഈ നാടിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ സ്കൂൾ ഇക്കണോമിക്കായി നിലനിർത്തുവാനുള്ള കുഞ്ഞുങ്ങളെ ഈ സ്കൂളിന് നിങ്ങൾ തരണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അധ്യാപനത്തിൽ ഒരിക്കൽ പോലും മാനേജ്മെന്റ് പിന്നോട്ട് പോകത്തില്ല. കഴിവുറ്റ അധ്യാപകർ തന്നെയാണ് ഈ മാനേജ്മെന്റുള്ള ഏതാണ്ട് 900-നോടടുത്ത് അധ്യാപകർ ഉള്ളത്. അവരുടെ കഠിനാധ്വാനം. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചാൽ, നന്നായി എഴുതുവാനും വായിക്കുവാനും അറിവുള്ള കുഞ്ഞുങ്ങളായി അവരെ നിങ്ങൾക്ക് തിരികെ നൽകും. CSI കന്നേറ്റി റിസപ്ഷൻ ചർച്ച് ഇടവക വികാരി K വർഗീസ് മാത്യു സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക K സുനിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ജോയി ഫിലിപ്പ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. മുൻ MLA ഡോക്ടർ സുജിത് വിജയൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. അത് കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ആദ്യത്തെ ആലോചന യോഗം അത് സംസാരിച്ചത്. അപ്പൊ എനിക്കും ഞാനൊരു MLA ജസ്റ്റ് ആയതേ ഉള്ളൂ. അപ്പൊ MLA ഫണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അറിവിലില്ല അങ്ങനെ സ്കൂളിന് എയ്ഡഡ് സ്കൂളുകൾ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. MLA ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ട് പരമാവധി തുക 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഇടവകാംഗങ്ങൾ പലരും പറഞ്ഞു അങ്ങനെയല്ല, ശ്രീ സജി ചെറിയാൻ മിനിസ്റ്ററുടെ മണ്ഡലത്തില് അങ്ങനെ ഞങ്ങളെ തന്നെ സഭയുടെ ഒരു സ്കൂളിൽ തുക കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എനിക്ക് മനസ്സിലായില്ല. എന്റെ PA എടുത്ത് അന്വേഷിക്കാനൊക്കെ പറഞ്ഞെങ്കിലും വ്യക്തമായിട്ടൊരു മറുപടി കിട്ടിയില്ല. ഞാനത് പറയുകയും ചെയ്തു. MLA ഫണ്ട് ഉപയോഗിക്കുവാൻ ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്, എന്തായാലും ആ വഴി നടക്കും എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളൊരു ചർച്ച വരികയും പിന്നീട് മറ്റെന്താ പോകാൻ വഴി എന്നുള്ള പല ചർച്ചകളിലും പങ്കെടുക്കുവാൻ സാധിച്ചു. എന്നാലും പൊതുജനങ്ങളിൽ നിന്ന് തന്നെ സമാഹരിച്ച് ലോകാംഗങ്ങൾക്ക് തന്നെ സമാഹരിച്ച് പൊതു വിദ്യാർത്ഥികളിലൂടെ അത് നേടിയെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. സപ്ലിമെന്റ് പ്രകാശനം, ഒരു തൂവൽ സ്പർശം, ചികിത്സാ സഹായ പദ്ധതി, ആദ്യ ധനശേഖരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. പന്മന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E യൂസഫ് കുഞ്ഞ്, മധ്യ കേരള മഹാ ഇടവക ആത്മായ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ J ഡാനിയൽ, രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീബ തരകൻ,
CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ സുമോദ് സി ചെറിയാൻ, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി PK കുരുവിള, വൈദിക ജില്ലാ ചെയർമാൻ ജോൺ ഐസക്, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അരുൺ രാജ്, ബ്ലോക്ക് അംഗം ഷമീർ പുതുക്കുളം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B സുകന്യ, വാർഡംഗം സുദീന അൻസാർ, സലീം കൊച്ചറ്റയിൽ, അനിത TK, PS വർഗീസ്, ഡാനിയൽ M ജേക്കബ്, ബിനു ജോൺ, ബിജു ജോൺ, ജോർജ് ചാക്കോ, വർഗീസ് ജോൺ, M ലവകുമാർ, സജിത, എലിസബത്ത് ഷൈനിസാം, MJ ഉത്തമൻ, ഡേവിഡ് സാമുവൽ, ബിജു വൈ ജോർജ്, S സുധീന്ദ്രൻ, ജോൺ ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.